ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാഭിവാദനങ്ങൾ. പ്രിയ സ്നേഹിതരെ, വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി ഒരു വചനം ഉദ്ധരിക്കാനായിട്ട് ഞാൻ ദൈവകൃപയിൽ താല്പര്യപ്പെടുകയാണ്. അനുഗ്രഹീത ദൈവദാസനായ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരായ പ്രിയപ്പെട്ടവർക്ക് എഴുതിയ ലേഖനം അഥവാ എഫെസ് ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ തിരുവെഴുത്താണ് ഈ ധ്യാനത്തിനായിട്ട് നാം തിരഞ്ഞെടുക്കുന്നത്. ആ വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. ആ വാക്യത്തിനകത്തു നിന്ന് ഇങ്ങനൊരു പോർഷൻ ഞാൻ എടുത്ത് എൻ്റെ ചിന്ത ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. സകലവും സമാപിക്കുമ്പോഴും ഉറച്ചു നിൽക്കുക എന്ന ഒരു ധ്യാന ചിന്തയാണ് ഈ തിരുവെഴുത്തിനെ ആസ്പദമാക്കി ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, വിവിധങ്ങളായ കാലാവസ്ഥകൾ മാറി മാറി വരുന്ന ഒരു സമൂഹത്തിൽ ഒരു ഇടത്താണ് നാം ജീവിക്കുന്നത്. ഈ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ശക്തമായ മൺസൂൺ, മഴകൾ, കാറ്റ്, ഇങ്ങനെയുള്ള നിരവധിയായ പ്രകൃതിയുടെ അനുഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാനിടയായി തീർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള വിവിധങ്ങളായ കാലാവസ്ഥകളിലൂടെ നമ്മുടെ സമൂഹം കടന്നുപോയിട്ടുണ്ട്. വലിയ ദുരിത പെയ്ത്തുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. കൊടിയ കാറ്റുകൾ ഈ മൺസൂൺ കാലാവസ്ഥയിൽ നമ്മുടെ നാട്ടിനെ വല്ലാതെ ഇളക്കി മറിച്ചിട്ടുണ്ട്. കാർഷിക മേഖലകളിൽ വലിയ ദുരന്തങ്ങൾ സമ്മാനിച്ച് കടന്നുപോയ വലിയ കൊടുങ്കാറ്റുകൾ നമുക്ക് പരിചിതമാണ്. നമ്മുടെ ദേശത്ത് ഉണ്ടായ ലാൻഡ് സ്ലൈഡുകൾ നമുക്ക് അറിവുള്ളതാണ്. വെള്ളപ്പൊക്കങ്ങൾ നമുക്ക് അറിവുള്ളതാണ്. ഇങ്ങനെ നിരവധിയായ പ്രകൃതിക്ഷോഭങ്ങൾ ലോകത്തിൻ്റെ അനവധി ഇടങ്ങളിൽ അനേക മനുഷ്യരുടെ ജീവിതത്തെ ദുരിത കയത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ എല്ലാ വർഷവും കാണുകയും അറിയുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാലാവസ്ഥകളും കടന്നു പോകുമ്പോൾ അത്തരം കൊടുങ്കാറ്റുകളെല്ലാം കടന്നുപോയ പരിസരങ്ങളിലും ചില വൻമരങ്ങൾ കരുത്തോടെ ശക്തിയോടുകൂടെ ആ പ്രദേശത്ത് ആ കൊടുങ്കാറ്റിനെ അതിജീവിച്ച് നിലനിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ ആ മരത്തിന് ചുറ്റുപാടുകൾ ഉണ്ടായിരുന്ന നിരവധി കൃഷികളൊക്കെ നശിച്ചു പോയിട്ടുണ്ടാകുമെങ്കിലും ആ മരം വളരെ കരുത്തോടുകൂടെ ആ പ്രകൃതിക്ഷോഭത്തെ അതിജീവിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. ഇതുപോലെ തന്നെയാണ് ഓരോ ദൈവവേദനയിലെ ക്രിസ്തീയ ജീവിതത്തിൽ കടന്നു വരുന്ന വിവിധങ്ങളായ അഗ്നിപരിശോധനകൾ, രോഗങ്ങൾ, അതുപോലെയുള്ള വിവിധങ്ങളായ പ്രതിസന്ധികൾ, മനുഷ്യനെ വല്ലാതെ ഉലച്ചു കളയുന്ന നിരവധിയായ ജീവപ്രശ്നങ്ങളിലൂടെയാണ് ഓരോ മനുഷ്യരും ദിനേന കടന്നു പോകാനിടയായിത്തീരുന്നത്. ഇത്തരം ജീവിത സമരമുഖങ്ങളിൽ, ജീവിത കഷ്ടപ്പാടുകളുടെ നടുവിൽ, രോഗാവസ്ഥകളിൽ, മറ്റിതര പ്രതിസന്ധികളിൽ ദൈവം നമ്മളെക്കുറിച്ച് താല്പര്യപ്പെടുന്നത് നമ്മളാരും ഉടഞ്ഞു പോകാതെ ശക്തരായി ജീവിതത്തിൻ്റെ സമരമുഖങ്ങളിൽ കർത്താവിന് വേണ്ടി കരുത്തോടുകൂടെ നിലനിൽക്കണമെന്ന വികാരമാണ് ദൈവത്തിന് നമ്മെക്കുറിച്ച് ഉള്ളത്. വിശുദ്ധ തിരുവെഴുത്തിൽ അപ്പോസ്തലനായ പൗലോസ് പങ്കുവയ്ക്കുന്നുണ്ട്, അത് സകലവും സമാപിക്കുമ്പോൾ ദൈവമക്കളായ ആളുകൾ ഉറച്ചു നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന് സർവായുധവർഗം ധരിക്കണം. അതിനെക്കുറിച്ച് വിപുലമായ ഒരു പ്രസംഗങ്ങൾ ആവശ്യമാണെങ്കിലും ഈ വീഡിയോയിലൂടെ ഞാൻ അതിന് മുതിരുന്നില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയ പ്രേക്ഷകരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്ന ഇത്തരം ജീവിതത്തിൻ്റെ കടുത്ത യാഥാർത്ഥ്യങ്ങളുടെ മധ്യത്തിൽ ഞാൻ നിങ്ങൾ പതറിപ്പോകാതെ കർത്താവിൽ അഭയം പ്രാപിക്കണമെന്നും കർത്താവിൽ ധൈര്യത്തോടെ ഇരിക്കണമെന്നും ജീവിതത്തിൽ കർത്താവിൽ ശരണപ്പെട്ട് അനുഗ്രഹീതമായി ജീവിതം നയിച്ച് തിരുനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടണമെന്നും ഒക്കെയാണ് ദൈവം എന്നെക്കുറിച്ചും താങ്കളെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കാനിടയായിത്തീരുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധിയുടെ മധ്യത്തിൽ കർത്താവിൽ ധൈര്യപ്പെടാനും ആശ്രയിക്കാനും ഒക്കെയുള്ള നമ്മുടെ ആ ബലം വർദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് ഒരിടയ്ക്ക് ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ പറഞ്ഞത് ഞാൻ തിരുവെഴുത്തിൽ ഞാൻ ഓർക്കുകയാണ്. അവിടെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന് ജീവിതത്തിൻ്റെ ക്ലേശകരമായ ജീവിത പരിസരങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവിൽ ആത്മവിശ്വാസത്തോടെ പങ്കുവെച്ച ഒരു കർത്താവിൻ്റെ ദാസൻ.
ജീവിതത്തിൽ കടന്നു വരുന്ന നിരവധി പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഈ ദൈവദാസനെ പോലെ ആത്മവീര്യത്തോടെ ദൈവിക ബലത്തോടുകൂടെ ജീവിത സംഘർഷങ്ങളെ നേരിട്ട് ധൈര്യത്തോടെ ഇരിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് താല്പര്യപ്പെടുകയാണ്. ദൈവത്താൽ നമുക്ക് വീര്യം പ്രവർത്തിക്കുവാൻ കഴിയും. എൻ്റെ ദൈവം എന്നെ സഹായിക്കും, എൻ്റെ ദൈവം എന്നെ ശക്തീകരിക്കുമെന്ന് ദൈവത്തിൽ ശരണപ്പെടുന്ന ഒരു ദൈവപൈതലിനെ കർത്താവ് കാണുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ തലമുറയുടെ നടുവിൽ അത്തരം കരുത്തോടുകൂടെ ആത്മിക ജീവിതത്തിൽ നിൽക്കാൻ ദൈവം നമ്മളെ കുറിച്ച് താല്പര്യപ്പെടുകയാണ്. അതിനാവശ്യമായ എല്ലാ സ്വർഗീയ ശാക്തീകരണവും നൽകുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്താവിന്റെ തിരുവെഴുത്തിലേക്ക് നാം വായിക്കുകയും നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ നിരവധി നമുക്ക് മുമ്പേ ഇഹലോക ജീവിതത്തിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്ത കാലയവനികയ്ക്കുള്ളിലേക്ക് കടന്നുപോയ അനവധിയായ ദൈവ മക്കളായ ആളുകളെ നമുക്ക് കർത്താവിന്റെ വചനത്തിൽ കാണാൻ സാധിക്കും. അവരൊക്കെ നാം കടന്നുപോയതിനേക്കാളും എല്ലാം പ്രശ്ന സങ്കീർണമായ ജീവിത പരിസരങ്ങളിലൂടെ കർത്താവിന് സാക്ഷ്യം വഹിച്ച അനുഗ്രഹീതരായ കർത്താവിന്റെ ദാസന്മാരായിരുന്നു. വളരെ പൂർവ്വ കാലഘട്ടം തുടങ്ങി കർത്താവിന് വേണ്ടി ഇങ്ങനെ കർമ്മനിരതരായി നിന്ന കർത്താവിന്റെ ദാസന്മാർ അവരൊക്കെയും സമാനതകളില്ലാത്ത ജീവിത കഷ്ടങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും എല്ലാം കർത്താവിനെ അനുഗ്രഹീതമായ നിലകളിൽ സാക്ഷിച്ച കർത്താവിന്റെ ദാസന്മാരായിരുന്നു. നമുക്ക് നോഹ എന്ന കർത്താവിന്റെ ദാസനെ നമുക്ക് പരിചയമുണ്ട്. അദ്ദേഹം അനവധി വർഷങ്ങളിൽ കർത്താവിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ട് വരാൻ പോകുന്ന ആപത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് കർത്താവിന് വേല ചെയ്ത അനുഗ്രഹീതനായ കർത്താവിന്റെ ദാസനായിരുന്നു. അദ്ദേഹം ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയും തന്റെ വാക്കുകൾ കേൾക്കുവാനായിട്ട് ആരും തയ്യാറാകുകയും ചെയ്യാത്ത ഒരു കാലഘട്ടത്തെ തന്നെയായിരുന്നു താൻ ജീവിച്ചത്. അതുകൊണ്ടുമാക്കിയ മാനസിക സംഘർഷങ്ങൾക്ക് അടിമപ്പെട്ടു പോകാതെ ജീവിതത്തിൽ കർത്താവ് തന്നോട് പറഞ്ഞ ആത്മീയ ഉത്തരവാദിത്വങ്ങൾക്ക് വേണ്ടി വളരെ കർമ്മനിരതനായി ആയോധനം ചെയ്ത അനുഗ്രഹീതനായ കർത്താവിന്റെ ദാസൻ, അദ്ദേഹത്തെ നമ്മൾ തിരുവെഴുത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ അനവധിയായ കർത്താവിന്റെ ദാസന്മാരിൽ ഹാനോക്കിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. തന്നോട് പാപികളായ മനുഷ്യർ തന്നോട് ഇടപെട്ട നിഷ്ഠൂരമായ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തിൽ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ജീവിത പരിസരങ്ങളിൽ കർത്താവിന് വേണ്ടി വിശ്വസ്തരായി നിൽക്കാൻ ആ ദൈവമനുഷ്യർക്ക് സാധ്യമായി തീർന്നു. അതുപോലെ അപ്പോസ്തലന്മാരായ നിരവധി കർത്താവിന്റെ ദാസന്മാരുടെയൊക്കെ ജീവിതത്തിൽ അവരൊക്കെയും ജീവിതത്തിൽ വലിയ കഷ്ടങ്ങളിലൂടെ കടന്നുപോയ ദൈവമനുഷ്യരായിരുന്നു. എങ്കിലും അവർ വളരെ കരുത്തോടുകൂടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട അഭിഷിക്തന്മാരായ ദൈവദാസന്മാരായിരുന്നു എന്ന് കർത്താവിന്റെ തിരുവെഴുത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അനുഗ്രഹീത ദൈവദാസനായ യോബിന്റെ ജീവിതവും നമ്മളോട് പങ്കുവയ്ക്കുന്ന വസ്തുത മറ്റൊന്നല്ല. അദ്ദേഹം വളരെ കഷ്ടതകളിലൂടെ കടന്നുപോയി എങ്കിലും ജീവിതത്തിൽ 42-ാം അധ്യായത്തിൽ കർത്താവിന്റെ മക്കളായ നമ്മളെ അദ്ദേഹം എത്ര കരുത്തോടുകൂടെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അദ്ദേഹം 42-ാം അധ്യായത്തിന്റെ വാചകങ്ങളിലൂടെ നമ്മോട് സംവദിക്കുന്ന ഇങ്ങനെയാണ്: ദൈവത്തിന് സകലവും കഴിയുമെന്നും ദൈവത്തിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട യോബിന്റെ ചരിത്രം ഏതാനും ചില വാക്കുകളിലൂടെ തുടർന്ന് നമുക്ക് 42-ാം അധ്യായത്തിൽ വായിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ട്. ആകയാൽ എൻ്റെ സ്നേഹിതരെ, കർത്താവിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഈ ദൈവദാസന്മാരുടെ ജീവിതത്തിൽ, യോബിന്റെ ജീവിതത്തിൽ അനവധി പ്രശ്നങ്ങളിലൂടെ താൻ കടന്നുപോയപ്പോൾ ക്രിസ്തുവിലുള്ള കർത്താവിലുള്ള തൻ്റെ ബോധ്യങ്ങൾ ഒരിക്കലും ഉടഞ്ഞു പോയില്ല. കർത്താവിനുള്ള സ്നേഹത്തിൽ താൻ ഒരിക്കലും കുറഞ്ഞു പോയില്ല. കർത്താവിനുള്ള വിശ്വാസത്തിൽ താൻ ഒരിക്കലും തകർന്നു പോയില്ല. ഉടയപ്പെടാത്ത, അണഞ്ഞു പോകാത്ത കരുത്തോടെ നിലനിൽക്കുന്ന ഒരാത്മീകതയെ ജീവിതത്തിൻ്റെ ആ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ ആ മനുഷ്യൻ പണിതെടുത്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോസ്തലന്മാരായ ദൈവദാസന്മാരുടെ ജീവിതത്തിൽ, വിശുദ്ധ പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ ഇങ്ങനെ എണ്ണി തുടങ്ങിയാൽ തീരാത്ത നിരവധിയായ ഭക്തന്മാരുടെയൊക്കെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ പെയ്തിറങ്ങിയ ദുരിത പെയ്ത്തിന്റെ നടുവിൽ ഉടഞ്ഞു പോകാത്ത, തകർന്നു പോകാത്ത, ഒലിച്ചു പോകാത്ത ഒരാത്മീകതയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വന്യമായ കരുത്തോടെ, ആത്മീക ബലത്തോടെ ആ കാലഘട്ടത്തെ കരുത്തോടുകൂടെ അഭിസംബോധന ചെയ്ത കർത്താവിന്റെ ദാസന്മാരായിരുന്നു ഈ ദൈവദാസന്മാർ. അവിടെ തിരുവെഴുത്തിൽ നമ്മൾ ഇങ്ങനെയാണല്ലോ വായിച്ചത്: സകലവും സമാപിക്കുമ്പോൾ ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളാൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന
ദുരിതങ്ങളുടെ മുഖത്ത് നിങ്ങളെ സഹായിക്കുന്ന ഒരു കർത്താവുണ്ട്, നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവുണ്ട്, നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്, നിങ്ങൾക്ക് ദിശാബോധം നൽകി തരുന്ന കർത്താവുണ്ട്, നിങ്ങളെ ശക്തീകരിക്കുകയും സഹായിക്കുകയും നിങ്ങളോട് അതേ ആലോചന പറഞ്ഞ് നിങ്ങളെ നടത്തുകയും ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ട്. ജീവിതത്തിൽ താങ്കൾ ഏകരല്ല, കർത്താവ് നിങ്ങളെ വഴി നടത്തും, ദൈവം നിങ്ങളെ സഹായിക്കും. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളെ ശക്തീകരിക്കും, ഞാൻ നിങ്ങളെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിങ്ങളെ താങ്ങുമെന്ന് പറയുന്ന ദൈവശബ്ദം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ മുഖത്ത് കേൾക്കട്ടെ, കാണട്ടെ, അനുഭവിക്കട്ടെ. കർത്താവ് നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ.